Didn't you ask for leave this afternoon? Why you are still here? I remember I take plate after you eat. Didn't take it before? Oh, yes, I forget. Why you are closing the window? Sandstorm, little later chance. Oh, you are here. I had sent Sarah searching of you. Me? Why? Somebody is there to meet you. Who? I see you don't know who is there. Then go check. منو هذول؟ സഖാവ് ആശ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോഴും അറിയില്ല. നിങ്ങളിവിടെ ഉണ്ടെന്ന് മാസാന്തിയ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞത് അബദ്ധമായി. എന്തായാലും കണ്ടേ മതിയാവുമെന്നും പറഞ്ഞ് കുറച്ച് പേര്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, വെള്ളിയാഴ്ച ഇവിടെ വന്നാൽ നടക്കുമോ അത് ബുദ്ധിമുട്ടാവുമോ ഒന്നും അറിയില്ലായിരുന്നു. അബ്ദുള്ള എന്തു പറഞ്ഞു? ആ ഭക്തിയിൽ വെച്ച് നിങ്ങളെ കണ്ടുമുട്ടിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബ്ദുള്ള പെട്ടെന്ന് പിടികിട്ടി. പിന്നെ അബ്ദുള്ള തന്നെയാണ് നിങ്ങളെ വിളിപ്പിക്കാൻ ആളെ വിട്ടതൊക്കെ. എല്ലാവരെയും കൂട്ടിക്കില്ല. നിങ്ങളൊന്ന് കാണാനായ ഓർക്കൊക്കെ വലിയ കാര്യമായി. Abdurrahim, യെസ് സർ. Aisha's guests are our guests. ഓക്കെ. In this palace, if Mama says yes, it's yes. ഓക്കെ. You welcome them, make them comfortable. ഷുവർ. Every Friday, this majlis will be open for your actor. മജ്ലിസിലേക്ക് ഇരിക്കാം. വരൂ. ഇപ്പോൾ വരാം. ആയിഷാത്ത, അതെ നിങ്ങളേനു ശരിക്കുള്ള നൽമൂർ ആയിഷാത്ത എന്നൊക്കെ അറിയില്ലായിരുന്നു. പിന്നെ എന്നോടൊന്നും തോന്നരുത്. ആ. എന്താ ഒരു ആലോചന? അതല്ല, ഒരേ സന്തോഷം ഒരുപാട് കാലം കിട്ടി മടുത്തിട്ടാണ് അഭിനയം വേണ്ടാന്ന് വെച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു സമയത്ത് നാടകത്തിൽ ജീവിതം ഇറങ്ങിപ്പോയി. ഇപ്പതാ അതേ ജീവിതത്തിലേക്ക് നാടകം തിരിച്ചു കയറി വന്നിരിക്കുക. ആളുകൾ കാണിക്കുന്ന ഈ സ്നേഹവും അടുപ്പൊക്കെ അല്ലേ? ആളുകളുടെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് സകലതും മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ ശക്തി ഒഴിച്ച്. ഒരുപക്ഷെ അതൊക്കെ മനസ്സിലാക്കി തരാനാവും എൻ്റെ ഈ ഒരു അവസ്ഥ. കലാജീവിതം വേണ്ടാന്ന് വെക്കണ്ടായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നുണ്ട്. മാമ എന്താ പറഞ്ഞു? മാമ പറഞ്ഞിട്ടാണല്ലോ ഇതെല്ലാം. പക്ഷെ ആ മനസ്സിനകത്ത് എന്താണെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എനിക്കെന്തോ വലിയ ആൾക്കാരെ കാണുമ്പോൾ വലിയ കാര്യമാണ്. അത് ഈ കാപ്പട്യം ഉള്ളതുകൊണ്ടാണോ? പിന്നല്ലാതെ. പക്ഷേ അത് തുറന്ന് പറയാനുള്ള മനസ്സെന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ പുറമേ കാണിക്കുന്നത് ആംഗ്യപ്രകടനം ആവാതിരുന്നാൽ നന്നായി. ഒരിക്കലും അല്ല, ഇത് ഉള്ളിൽ നിന്നാണ്. ഈ കടലിൽ മഴ പെയ്യുമ്പോൾ
കടലിനൊരു ചിരി ഉണ്ടാവും. ആ ഒരു അവസ്ഥയിൽ നീ പിന്നെയും കടല് ഓവറാക്കല്ലേ. ഞാൻ പറഞ്ഞു ഓർമ്മയില്ലേ, ഓവറാക്കുന്നവരെ പഠിച്ചോന്ന് ഇഷ്ടം. പഠിച്ചാൽ ഇഷ്ടം. ഇതിന്റെ പേരാണ് എടി ബാലച്ചി വെള്ളം കൊണ്ടുവരാൻ. എന്തിന്? എടി വെള്ളം കൊണ്ടുവരാനാ പറഞ്ഞ. എന്തിനാന്ന് പറ. يا سلام تعرف تمثل احسن من هيما مالني. لازم نصفق العايشة ونكرمها بعد. تمثيلها مرة حلو. അന്നത്തെ കാലത്ത് ആണുങ്ങളാണ് പെൺവേഷം കെട്ടി ആടിയിരുന്നത്, അഭിനയിക്കാൻ പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ട്. അന്ന് മലബാറിൽ നിന്ന് ആദ്യമായിട്ട് നാടകത്തിലേക്ക് വന്ന പെണ്ണുങ്ങളാണ് ഞാനും കൊറക്കാട്ടി ജാനകിയൊക്കെ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം വനിത എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അതിനെന്തൊക്കെ അനുഭവിച്ചു. സമുദായത്തിൻ്റെ ഊരുവിലക്ക്, കല്ലേറ്, അഭിനയിക്കുമ്പോൾ വെടിവെച്ചിടാൻ വരെ നോക്കി. എന്നിട്ടിപ്പോൾ ഏറനാടിൻ്റെ ധീരപുത്രിയുടെ ഒരവസ്ഥ. പക്ഷെ ആയിഷ എന്നുള്ള നടിക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി ബഹുമതി എനിക്കൊന്ന് കിട്ടിമല്ല. കലയ്ക്ക് വേണ്ടി എന്നെ കൊണ്ടാവുന്നത് ചെയ്തതിന് ഞാൻ ആദരിക്കപ്പെട്ടു. മനസ്സ് നിറഞ്ഞു. പക്ഷേ നടിയായിട്ട് ഇനിയൊരു തിരിച്ചുവരവ് വാശിപ്പുറത്ത് കിണറ്റിലേക്ക് എടുത്തു ചാടുന്നത് പോലെ എളുപ്പമല്ലല്ലോ തിരിച്ചു കയറി പോരുന്നത്. പാർട്ടിക്കാരോ നാടകക്കാരോ ആരെങ്കിലും ഉമ്മയെ അന്വേഷിച്ചിരുന്നോ മോളെ? മറവിക്കാരെയും കുറ്റം പറയാൻ പറ്റൂല. ஆயிஷா உங்களை மம்மா எங்கன்னு கேட்டாங்க. Sometimes I think back in time and I don't even realize I have gone back so long ago with these memories. They are actually turning points in my life, like the time I met Nasser. When I met Nasser, I knew I was going to spend the rest of my life with him. You know when you see someone special? That's what I felt when I first time saw you. You are special, but I don't really. In what way? I was in train to Turkey when the first time I met Nasser. السلام عليكم. وعليكم السلام. تفضلي. They didn't come to meet the bride. I went to meet the groom. ممكن سؤال؟ تفضلي. تدرس في ألمانيا وانت الحين في تركيا وانت سعودي، ليش كده؟ لا تزوج إلا من رجل يحب وطني أكثر من نفسه. إذا استطاعت ديانة أيا كانت، شلون لا أحب أرض نشأ فيها دين وأمة ناشرين نوره لكل الناس في العالم، ابتداء من نهر السندبيد إلى المحيط الأطلسي. نعم، أنا فخور بمسقط رأسي التي أبهرت العالم بمواردها الإنسانية
التي لا مثيل لها. تعرفين حتى دراستي في ألمانيا كانت على منحة من حكومتنا. شو تبين أكثر من هذا؟ هذا يكفي طال عمرك. أي سؤال تاني؟ أنت بتدخن؟ سيجارة يا أنا مدخن. سيجارة صغيرة ما يسوي سعرها. أنت تدخنين؟ ليش لا؟ أي شيء تسويه المرأة يصير إثم؟ If you have a disease without cure, why they go through all of this surgery and operation? Even after all of this, how long are we going to live? Maybe the death is only the cure. Life is the disease. The only good thing, when you die like this, we get to seek forgiveness before we leave. Right, Marina? Yeah, because in the end, we need to be one with God. But she is communist girl. What she will get from this? മാമ, ഞങ്ങളുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാലേ പഴയ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. മതവിശ്വാസികളും അല്ലാത്തവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ്. ലോകത്ത് ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പാർട്ടിക്ക് ഞങ്ങളുടെ നാട്ടിൽ. Is it so, Marina? Yeah, what Aisha said is right. Other not hell, other are heaven. The way the world grows doesn't have one story. There are people who want the world over and over, using their power to not just write their history, but also your history and my history. Sadly, that's only the history we know. അതെ, പോവാൻ സമയമായി. ബാക്കി കഥ നമുക്ക് പിന്നെ ആക്കാം. സ്റ്റോറി നോട്ട് ഓൺലി ഫോർ പീപ്പിൾ ടെല്ലിംഗ് സ്റ്റോറി ബട്ട് ഓൾസോ ഫോർ പീപ്പിൾ ലിസണിങ് സ്റ്റോറി. സമയമാകുമ്പോഴേ തെളിയേണ്ടതൊക്കെ തെളിഞ്ഞോളൂ. Let us go. Aisha, our life and the stage is the same. When the actors gets down from the stage and the limelight is out, will she be sad? I feel like that. Why? ഞങ്ങൾ വന്ന കാര്യം പറയാം. അവതരിക്കും. നിലമ്പൂർ ആയിഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിഷയം ഏരിയ സെക്രട്ടറി മുഖേന ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. ആയിഷയുടെ വീടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയും ഏറ്റെടുത്തു. അഭിനയ ലോകത്തേക്ക് അവരെ തിരികെ പ്രതിഷ്ഠിക്കാൻ ആവശ്യമായതൊക്കെയും പാർട്ടി നേരിട്ടിടപെട്ട് ചെയ്യാമെന്നുള്ള രേഖാമൂലമുള്ള ഉറപ്പ് നാട്ടിൽ നിന്ന് ഞങ്ങൾ കൈപ്പറ്റി കഴിഞ്ഞു. പക്ഷേ അവരെ തിരിച്ച് നാട്ടിലെത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് തന്നെയാണ്. അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അവിടെയാണ് ഞങ്ങൾക്ക് ആബിദിൻ്റെ സഹായം ആവശ്യം. പാലസിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ ആബിദ് പ്രതീക്ഷിക്കുന്നത്? അല്ലപ്പം ഞാനെങ്ങനെയാ ഐഷ ആരാന്ന് അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക്. പക്ഷെ വിഷയം മാമയാണ്, അറിയാലോ. ഐഷ ഇല്ലാതെ മാമയ്ക്കൊന്നിനും പറ്റൂല. ആബിദ് ഇതിനൊരു വഴി ഉണ്ടാക്കി തരണം. അല്ല, പറ്റില്ല എന്ന് പറയരുത്. ஐஷா கீழே யார் யாரோ வந்திருக்காங்க, உங்களை கூப்பிடுறாங்க. I have to talk to Mama first.
Only then I can give answer. അവിടെ നിൽക്ക്. ഈ നിലയ്ക്ക് എന്നെ സേവിക്കാൻ നിങ്ങളെ ആരാ പറഞ്ഞു വിട്ടത്? എനിക്കിവിടെ കുറവുകളുണ്ടെന്ന് നിങ്ങളെ ആരാ ധരിപ്പിച്ചത്? ഞാൻ പറഞ്ഞു. സഹായം എന്ന നിലയ്ക്ക് വലിയ ഉപദ്രവമായി പോയി നിങ്ങൾ ഈ ചെയ്തത്. ഐഷത, മറ്റൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. തിരിച്ച് നിങ്ങളെ നിങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കുക എന്നല്ലാതെ. ഇട്ടേച്ചു പോന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞ തട്ടകം, മനസ്സുമെടുത്തിട്ട്. അല്ലാണ്ട് ആയിഷയ്ക്ക് വേദി ഇല്ലാഞ്ഞിട്ടല്ല. പൂർണ്ണ മനസ്സോടെയാ ഞാനിവിടെ നിൽക്കുന്നത്. ഇനി ആരും എന്നെ ഇങ്ങനെ സ്നേഹിക്കാതിരുന്ന നന്ന്. ഇവിടെ ഇങ്ങനെ കുറേ കാലം തുടരാന്നുള്ള വിശ്വാസം ആയിഷാത്തെ കണ്ടു. പലയിടത്തും പലതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ആവുന്നിടത്തൊക്കെ എത്താൻ ഞാൻ ഓടി നോക്കിയിട്ടുണ്ട്. എന്നിട്ടും സംഭവിച്ചത് ഇതൊക്കെയാണ്. ജീവിച്ച ജീവിതത്തിന്റെ അടിമയല്ല ഞാൻ. ഇനിയുള്ള ജീവിതത്തിന്റെ ഉടമയല്ല. എങ്ങനെയാന്ന് വെച്ചാ അങ്ങനെ അങ്ങ് പോട്ടെ, അത് മതി. ആയിഷ, മാമ കോളിംഗ് യു. Oh yeah, here's our actors comes. Come. See, Abdullah, I always wondered if one acts with the brain or heart. Now I know from where it is. It's from head. I call you to tell you, you don't have to act here anymore. Wherever you want to go, just go. മാമ, എനിക്ക് എവിടെയും പോണ്ട. ഇതൊന്നും എൻ്റെ ആവശ്യമല്ല. Really? Your fans wanted this? You don't ask them to do? You don't come to me directly to ask me. You call all these people to come to us to let you go? Don't think I don't understand all this. I'm not a fool. മാമ, ഞാൻ മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത കാര്യങ്ങളാണ് മാമ ഈ പറയുന്നത്. ഇപ്പൊ ഇവിടെ നടന്നതൊന്നും എൻ്റെ അറിവോടെ അല്ല. Allah? It's not about what's happened now. It's about what happened before and what will. If we keep someone as popular as you are working for us, we will look bad. When we go against someone's dreams, even the person you love the most, we will become a stranger to you. And nothing will ever be the same again. Aisha? ഉറങ്ങിണ്ടാവൂല്ലേ? ഇല്ല, കിടന്നിട്ടേ ഉള്ളൂ. എന്താ ശോഭിച്ച ഈ സമയത്ത്? ആയിഷക്കൊരു ഫോണുണ്ട്, ഇപ്പൊ വിളിക്കുമെന്ന് പറഞ്ഞ്. ഇവളാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു സൗദിയിൽ നിന്നാണെന്ന്. അല്ലടി? Assalamu alaikum. വലൈക്കും അസ്സലാം. This is Abdullah Masoom, Mama's son. How are you? Alhamdulillah. How is family and kids? Good. How is Mama? Mama good? Mama not doing well. She is actually very tired. I would say more her mind than her body. Even me, my brother, the grandchildren. Even we are not able to make her happy. She misses you, Aisha. But I know that you have your life back home now. And I'm not asking you to come back. I know that not be right. But my family want to know if you could come. Anyway, how's everything else with you? Everything good. But Mama sad because of me. I also feel sad. Don't worry, Aisha. That's not because of you. I feel sad thinking Mama. 2 days, I give you answer for this. Inshallah, may Allah bless you. I will call you later, Aisha. Assalamu alaikum. Walaikum assalam. നിങ്ങൾ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഒന്ന് ചേർന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇവിടുത്തെ ഈ അവസരങ്ങളൊക്കെ ഇട്ടേച്ച് സൗദിക്ക് പോകേണ്ട വല്ല കാര്യം ആയിഷക്കുണ്ടോ? നിങ്ങൾ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് നമ്മളെ സഹാക്കൾ മുൻകൈ എടുത്തിട്ട് ആയിഷാത്ത നിങ്ങളെ വീണ്ടും ഈ കലാലോകത്തേക്ക് എത്തിച്ചത്. അവസരങ്ങൾ എപ്പോഴും നമ്മളെ കാത്തു നിൽക്കൂല. ഏതോ നാട്ടിലുള്ള ആർക്കോ വേണ്ടി നമ്മളെ ജീവിതം നമ്മളെന്തിനാ പായാക്കണേ? പക്ഷേ ഈ തീരുമാനത്തിൽ ആയിഷ ഖേദിക്കേണ്ടി വരും. ഇത് ഞാൻ എൻ്റെ നെഞ്ച് തട്ടി പറയാം. ഓർത്തോ, വാ മതി കേട്ടാ.
كل عائلة مثل خيمة السر، وهذه الخيمة فيها أحبال، وهذا الحبل مثل ما تعرفون ينسحب من كل جانب عشان التوازن، وهذه الأحبال تحتاج بعضها البعض. لكن في عمود في نص هذه الخيمة، العمود هذا ما ينفع استبداله أبدا. هذا العمود بدأ ينخفض ببطء. ماما مثل ما تعرفون تعاني من مشاكل غسيل الكلى، ومن قبل تعاني من القلب. ذاكرتها صارت ضعيفة لدرجة أنها ما تتذكر ولا تتكلم إلا عن الماضي، رغم كل الأشياء الكثيرة اللي نستها، إلا أنها تتذكرك يا عايشة. Mama, please don't move. What are you going to do? Mama, please stay still when I take the blood samples. It's just 1 minute. It will be done soon. Done when? It's only done when I finished. You want to fill the bucket with my blood? I know you are sick before. Mama, we didn't take any blood samples today. This is the first one. First one? Today? How can you even say that? Then, Mama, you tell me, when did I take the blood samples before this? So now you want me to tell you that? Are you testing my memory? I remember very well when you take my blood sample. പിന്നല്ലാതെ മെറീനയ്ക്കെല്ലാം ഓർമ്മ വെച്ചിട്ടുണ്ടോ? ഇപ്പോഴല്ലേ ബ്ലഡ് സാമ്പിൾ എടുത്തത്? ഞാനല്ല ലാബിൽ കൊണ്ടു കൊടുത്തത്. ഒരാൾ രോഗിയാന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി നോവിച്ചോണ്ടിരിക്കുവാണോ? ഇന്നിനി ഒന്നും നടക്കൂല. ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് കുറെ കാര്യങ്ങളുള്ളതാ. ഡയാലിസിസ് കഴിഞ്ഞപ്പോ കണ്ടില്ലേ മാമ നല്ല ഉഷാറായി അല്ലേ മാമ? പോവല്ലേ? Aisha, when did you reach? ഞാൻ എത്തി. ഇനി ഞാൻ ഇല്ലേ മാമയുടെ കൂടെ? عايشة أنا بدونك كانت حياتي صعبة، ما كنت أحس بشيء، كل شيء حولي كان غريب، ولا حتى كنت أشعر من جوع. حتى في سريري كنت مثل وحدة خشبة عايمة بالماء. الحين انت مبسوطة يا امي؟ ما بي فرحتكم بعد اليوم، بس ما بيكم تزعجوني ارجوكم. انا عندي وايد كلام ويا عايشة. يلا عايشة. ஆயிஷாவை பார்த்ததுக்கு அப்புறம் அம்மாவோட நோய் பாதி குணமாயிடுச்சுன்னு எல்லாரும் பேசிக்கிறாங்க. எவரெஸ்ட் மலையை தாண்டறதை விட ரொம்ப கஷ்டம் മനുഷ്യങ്ങളോட മനസ്സ് ജയിக்கிறது ഇല്ല? വാക്കുകൾക്ക് ഇച്ചിരി പോന്ന ഔഷധ ഗുണമുണ്ട്. ചിലതൊക്കെ സുഖപ്പെടുത്താൻ അത് മതി. പിന്നെ നമ്മുടെ പഴയ കൂട്ടരെല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ? ஆ, திரும்பி வரமாட்டேன்னு சொல்லிட்டு போனவங்க எல்லாம் வந்துட்டாங்க. ஆனா திரும்பி வருவேன்னு சொல்லிட்டு போனவங்க சிலரை பார்க்கவே முடியல. അതങ്ങനെ തന്നെയാണ്. இந்த ஆபத்து இருக்காரு இல்ல, அவர் இப்போ சவுதியில இருந்து UAE போனதா கேள்விப்பட்டேன். ஆனாலும் உங்களால எப்படி இந்த ஆளுங்களையும் ஆறாவரத்தையும் தவிர்க்க முடிஞ்சதுன்னு தான் எனக்கு ஆச்சரியமே. അങ്ങനൊന്നും ഇല്ലാന്ന്. ഓരോ തോന്നലല്ലേ, നമ്മളൊക്കെ തന്നെ ഓരോ തോന്നലല്ലേ. ആൾക്കൂട്ടത്തിൻ്റെ കയ്യടികൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കാനാവണം നമ്മളൊന്നും ആരുടെ ഒന്നുമല്ലാന്ന്. ആ തിരിച്ചറിവുണ്ടാവണം ഒരു ആർട്ടിസ്റ്റിന്. أنا ما أعرف أنت شنو من بني آدم. أنت ليش ما يتحمل مسؤولية؟ أنا قلت لك احجز تذكرة حقي وحق عايشة. سوي تذكرة من الرياض للقاهرة. أوكي؟ اسطنبول، باريس. أوكي؟ وين عايشة؟ وين يما؟ وين تروحين؟ وصلوا الناس المهمين اللي لازم أمسك رجلهم حتى يضلون. أنا أبغى أسافر ويا عايشة اليوم، أبغى أروح كل الأماكن اللي زرتها ويا ناصر. هذا كل اللي أطلبه منكم. يما تقدري تروحين أي مكان، أنا أسوي كل اللي تبغينه. أنا جبت عيشة مرة تانية عشان خاطرك يما. أنا بس أريدك تهتمين بصحتك شوي. أنت ما عندك غسيل بكرة؟ كيف أنت بتسافري بدون غسيل؟ ضروري يكون عندك القوة شوية يما عشان تقدري تسافري كل الأماكن اللي تبيها.
انت قصدك يعني انا ما راح اقدر اسافر؟ يما يا الله راح اضل بمكاني اموت هني على هالحالة. يا الله منين يجاني هذا البلاء؟ ابغى اروح اشوف الاماكن اللي زرتها ويا حبيبي ناصر. حياتي وخلصني يا رب. മാമ, നാസറിൻ്റെ കയ്യും പിടിച്ച് മാമ പോയ സ്ഥലങ്ങളൊക്കെ മാമയ്ക്ക് ഇനിയും കാണാൻ പറ്റും. മാമയ്ക്ക് വേണ്ടി അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഈജിപ്തിലെ പിരമിഡും പാരീസിലെ ഈഫിൽ ടവറും തുർക്കിയിലെ ഗ്രാൻഡ് മാർക്കറ്റും ഒക്കെ. മാമ വിഷമിക്കണ്ട.